ഗൈസ് വെൽക്കം ബാക്ക് ടു ജോബ്സ് യൂണിവേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മല കയറുന്ന വീഡിയോ ആയിരിക്കുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ ടൈം രാത്രി 8:45, വ്യാഴാഴ്ച നൈറ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേര് ഇന്ന് മലയ്ക്ക് കയറാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ മല കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ ആയിരിക്കും. അപ്പോൾ വീഡിയോ കാണാം. ഈ ടൈം നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ 2 വീലറിന് പോകാനാണ് തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ രാത്രി ഒരു 8:45 ആയപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പോകുന്നത് എയർപോർട്ട് വഴിയാണ് കേട്ടോ. ഈ എയർപോർട്ടിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ എത്തുമ്പോൾ എന്താണെന്നറിയത്തില്ല, അതൊരു പ്രത്യേക ഫീലിംഗ് ആട്ടോ. എയർപോർട്ടിൽ പെട്ടെന്ന് പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്നതും തിരിച്ച് വരുന്നതും കുറേ മെമ്മറീസൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. അങ്ങനെ കുറേ സമയങ്ങൾക്ക് ശേഷം നമ്മളിത് മലയാറ്റൂർ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പ്രത്യേക സർവീസസ് നമ്മുടെ പ്രൈവറ്റ് ബസ്സൊക്കെ നടത്തുന്നുണ്ട് മലയാറ്റൂർ അടിവാരത്തേക്ക് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതുവരെ നമ്മൾ ഭയങ്കര സ്മൂത്തായിട്ടാണ് വന്നത്. ഇനി അങ്ങോട്ട് ഭയങ്കര റഷായിരിക്കുള്ളൂ. നമ്മൾ അടിവാരം കഴിഞ്ഞിട്ട് ഇനി മലയുടെ അടുത്തോട്ട് പോവാണ്. ഇനി ചെറിയ വഴിയുമാണ്, ഭയങ്കര റഷായിരിക്കുള്ളൂ. ഇൻ കേസ് നമ്മുടെ കൂടെ വന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അവരൊക്കെ ഇടയ്ക്ക് വെച്ച് മിസ്സാവും, ഇടയ്ക്ക് വെച്ച് കിട്ടും. ഒരു ടീം എന്തായാലും നമ്മുടെ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. അവർ ഓൾവേസ് നമ്മുടെ ബാക്കിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ മലയുടെ അടിവാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളമൊക്കെ കാണുമ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നതും ആ മല കയറുന്നതും ഒക്കെ ഓർമ്മ വരും. ഇത്രയും റഷാണ് ഇവിടെ. നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ വലിയ വണ്ടി കൊണ്ട് വന്നിരുന്നെങ്കിൽ പെട്ടുപോയി. അങ്ങനെ മല കയറാനായിട്ട് നടന്നു തുടങ്ങുവാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ അവിടുന്ന് ഇറങ്ങി വരുന്നവരുടെ മുഖത്തെ സന്തോഷമൊക്കെ കാണാൻ പറ്റും. നമ്മളാണെങ്കിൽ അയ്യോ മല കയറണമല്ലോ, ഇനി എന്തോരം നടക്കാനുണ്ട്, എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടായി കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ പോവാണ്. സൈഡിൽ വടികളൊക്കെ വെച്ചിട്ടുണ്ട്, ഇൻ കേസ് ആർക്കെങ്കിലും വടി കുത്തി കയറണമെങ്കിൽ കുത്തി കയറാൻ വേണ്ടിയിട്ടൊക്കെയും. അപ്പോൾ ഇവിടം തൊട്ടാണ് നമ്മുടെ പ്രാരംഭ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് മല കയറ്റം തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഐശ്വര്യമായിട്ട് മല കയറിയിട്ട് വരാം. നമ്മുടെ കേരളത്തിൽ ഈ മലയാറ്റൂർ മലയെക്കുറിച്ച് അറിയാത്തവരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ഇവിടേക്ക് തീർത്ഥാടകർ വരുന്ന സ്ഥലമാണ്. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം, ഒന്നാം സ്ഥലം നല്ല ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്നാം സ്ഥലം എത്തിയാൽ മതിയെന്നായിരുന്നു കേട്ടോ ആദ്യമേ. ഒരു 4ാം സ്ഥലമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ കംപ്ലീറ്റ് സ്റ്റാമിന പോയി. ഇനി ഇരുന്നില്ലെങ്കിൽ ഒരടി പോലും എനിക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് റെസ്റ്റ് എടുത്ത് പാറക്കല്ലിലൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്താണ് പോണത്. അപ്പോൾ ഒരു 5ാം സ്ഥലം ഒക്കെ അപ്പോൾ ഞാൻ ശരിക്കും കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് പോയത്. ഇത് നമ്മൾ ഏറ്റവും മുകളിലെത്തുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരുന്നൊരു പ്ലേസാണ് കേട്ടോ. കാരണം ഈ മാർത്തോമ മണ്ഡപം വരുമ്പോൾ നമ്മുടെ കറക്റ്റ് മലകയറ്റം അറ്റ് ദ പീക്കിലെത്തും. ഇതാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്ന നേർച്ച കേട്ടോ. അങ്ങനെ നേർച്ചയൊക്കെ വാങ്ങിയിട്ട് നമ്മളിനി ചുക്കാപ്പി കുടിക്കാനാണ് പോണേ. അവിടുന്ന് വന്നിട്ടുള്ള ചേട്ടന്മാരൊക്കെയും ഇവിടെ തന്നെ ഉണ്ട്. ആൻഡ് ഇവിടുത്തെ ഈ മാർത്തോമ സ്റ്റാളിൽ നിന്നാണ് നമ്മൾ ചുക്കാപ്പി മേടിച്ച് കുടിക്കുന്നത്. ചുക്കാപ്പിയൊക്കെ കുടിച്ചിട്ട് ആനകുത്തിയ പള്ളിയിലേക്കാണ് പോണേ. അവിടെ നിറയെ തിരക്കാണ്. നമുക്ക് ഒരുപാട് നേരം നിന്ന് നോക്കാനൊന്നും പറ്റില്ല കേട്ടോ. ജസ്റ്റ് നോക്കുക, അതേപോലെ ഇറങ്ങി പോവുക. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും അവിടെ പറ്റത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് പൊൻകുരിശ് മുത്താൻ വേണ്ടിയിട്ടാണ്. എന്തോ ഭാഗ്യത്തിന് ഒരുപാട് ക്യൂ നിൽക്കാതെ നമുക്ക് പോകാനായിട്ട് പറ്റി. കാരണം വലിയ തിരക്ക് വരുന്ന സമയത്തിന് മുന്നേ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് തോമാശ്ലീഹയുടെ കാല് പതിഞ്ഞ പാറയുണ്ട്, അവിടേക്കായിരുന്നു. അവിടെ നമ്മൾ ക്യൂ നിന്ന് വേണം അതിൻ്റെ ഉൾവശം കാണണമെങ്കിൽ. ഇനി റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ വരുന്ന ഒരു കാറ്റിന് ഇത്രയും നാളും കിട്ടാത്തൊരു സുഖം നമുക്ക് ഫീൽ ചെയ്യും. എല്ലാവരും വന്ന പാറയുടെ പുറത്തൊക്കെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ ആട്ടോ പോകുന്നത്. അങ്ങനെ നമുക്കും കുറച്ച് സ്പേസൊക്കെ കിട്ടി. അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മല ഇറങ്ങാം. സീ ഗൈസ്, ഇപ്പോഴാണ് നമ്മൾ വരുന്നതിനെ അപേക്ഷിച്ച് ഭയങ്കര തിരക്കാണ്. സമയം ഇപ്പം ഏകദേശം 1 മണി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നിറയെ ആൾക്കാരായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ആൻഡ് നമ്മൾ കയറിയതിനും വേഗം ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഫൈനലി നമ്മൾ മല ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം നടുവിൻ്റെ കാര്യത്തിലും മുട്ടിൻ്റെ കാര്യത്തിലും ഒക്കെ തീരുമാനമായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ വന്നതിനെ അപേക്ഷിച്ച് തിരക്ക് കൂടി വരികയാണ്. ഇന്ന് ദുഃഖവെള്ളിയായി. ഇനി വീഡിയോ എടുക്കാനുള്ള ത്രാണി എനിക്കില്ല ഗൈസ്. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.